പ്രിയമുള്ളവരെ, ഒറ്റയ്ക്കാവുന്നതോർത്ത് ഒരിക്കലും വിഷമിക്കരുത്. ഒറ്റപ്പെടുന്ന പാതയിൽ സഞ്ചരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നതും ഒറ്റപ്പെടുക എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ ജനിക്കുന്നതും മരിക്കുന്നതും എല്ലാവരും വളരെ വ്യത്യസ്തമായ സമയത്താണ്. ജനിക്കുമ്പോൾ നമ്മൾ ആരെയും കൊണ്ടുവരുന്നില്ല, മരിക്കുമ്പോഴും നമ്മൾ ആരെയും കൊണ്ടുപോകുന്നുമില്ല. അപ്പോൾ അതിനിടയിൽ കണ്ടുമുട്ടിയ ആൾക്കാരുമായി ഒത്തുള്ളതാണ് നമ്മുടെ ജീവിതം. ഇതിനിടയിൽ നമ്മളെ പലരും ഒറ്റയ്ക്കാക്കിയെന്ന് വരാം. പക്ഷേ ആ സമയത്ത് ആ ഒറ്റപ്പെടലുകളെയൊക്കെ നമ്മൾ എൻജോയ് ചെയ്യാൻ പഠിക്കണം. എന്തുകൊണ്ട് എൻജോയ് ചെയ്യണം? ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ട്സായ ടീച്ചർമാരുണ്ട്, പലരും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന പല ടീച്ചേഴ്സും ഉണ്ട്. ഞാൻ അവരോടൊക്കെ ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാവരും ഒരു 40 ഒക്കെ കഴിഞ്ഞവരാണ്, 50 കഴിഞ്ഞവരും അങ്ങനെയുള്ളവരാണ്. അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒറ്റപ്പെട്ട് ജീവിക്കാൻ സാധിക്കുന്നത്? എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തനിയെയുള്ള ഒരു ലൈഫ്. ഞാൻ ഇതുവരെ തനിയെ ഒരു റൂമിൽ കിടക്കുകയോ തനിയെ ഒരു വീട്ടിൽ ഒരു ദിവസം താമസിക്കുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിക്കും, ഇങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ മക്കൾ വലുതായി വരുന്ന അങ്ങനെ ഒരു അവസ്ഥ ഇനി ഞാൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ എനിക്ക് എങ്ങനെ അതിനെ തരണം ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാർ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ചപ്പം അവർ പറയുന്നത്, ഇങ്ങനെ ജീവിക്കുന്ന ആ ജീവിതത്തിനൊരു രസമുണ്ടെന്നുള്ളതാണ്. അതായത് നമ്മുടെ നല്ല കാലത്ത്, മീൻസ് നമ്മുടെ ഒരു 20കളിലും 30കളിലും ഒക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് എത്തുന്ന മക്കൾ ഇച്ചിരി വലുതാകുന്ന ഒരു സമയമാണ് ഒരു 40 ഏജൊക്കെ കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ സപ്പോർട്ട്, അവരെവിടെ ദൂരേക്ക് ജോലിക്ക് പോയാലും നമുക്ക് അവരുടെ സപ്പോർട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിൽ കൂടെയും അവർ പഠിക്കാനൊക്കെ പോവുകയും ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഈ ഏജുകളിൽ നമുക്ക് കടന്നു വരാം. ആ സമയത്തായിരിക്കും നമുക്ക് ഒരു മൂഡ് ഓഫ് വരുന്ന സമയവുമാണ്. മീൻസ് നമുക്ക് നമ്മളുടെ ശരീരത്തിന് വരുന്ന ചേഞ്ചസുകൾ കാരണം നമ്മുടെ ഹോർമോൺ ചേഞ്ചസുകളൊക്കെ വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ കാലയളവിൽ മൂഡ് സ്വിങ്ങുകളൊക്കെ വരാനുള്ള സാധ്യതയുള്ള സമയമാണ്. എന്നാൽ ഇതിനെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് പറ്റുമെന്നാണ് എൻ്റെ കൂട്ടുകാരെന്നോട് പറഞ്ഞത്. ഈ നമ്മൾ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ശക്തി ആർജിക്കുകയാണെന്നും നമുക്ക് സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും അവർ എന്നെ പഠിപ്പിച്ചു. കാരണം നമ്മുടെ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമ്മളെപ്പോഴും മറ്റുള്ളവരെ സ്നേഹിച്ച് അവർക്ക് ഓരോന്ന് കൊടുത്ത് അവരെ ഡെവലപ്പാക്കി കൊണ്ടുവന്ന് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി നിൽക്കുന്ന ഒരു കാലയളവിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മളെ തന്നെ സ്നേഹിക്കുകയാണ്. നമ്മളിപ്പോൾ 40 കഴിഞ്ഞ വലുതേയും നോക്കിക്കഴിഞ്ഞാൽ കാണും സ്ത്രീകളെ പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ നന്നായി ഒരുങ്ങി നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, മീൻസ് അവർ ജിമ്മിലൊക്കെ പോയി അല്ലെങ്കിൽ അവർ യോഗയ്ക്കൊക്കെ പോയിട്ട് അവർ നല്ല ഹെൽത്തി ആയിട്ട് ആണ് ഇപ്പോൾ കഴിവതും ജീവിച്ച് വരുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ സെൽഫ് ലവിലേക്ക് ആൾക്കാരിപ്പം പോകാൻ തുടങ്ങി എന്നുള്ളതാണ്. അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. സെൽഫ് ലവ് വന്നാലേ നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. നമുക്കൊരു വില ഉണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് നമ്മൾ വില കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഒറ്റയ്ക്കാകുന്നവരൊന്നും സങ്കടപ്പെടേണ്ട. കാരണം ഒറ്റപ്പെടുന്നത് നല്ലതാണ്. അത് നമ്മുടെ സെൽഫ് ഡെവലപ്മെൻറ്റിന് എപ്പോഴും നല്ലതാണ്. നമുക്ക് കൂടുതലായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പോൾ മീൻസ് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത്. ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് റീൽസ് ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ സ്വന്തമായിട്ട് തനിയെ ഇരിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്ത്, മറ്റുള്ളവർക്ക് ബോറടിക്കുന്നുണ്ടാവും, പക്ഷേ ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്, എൻ്റെ റീൽസും മറ്റു കാര്യങ്ങളും ഒക്കെ. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോവുക, നമ്മളെ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒറ്റപ്പെട്ട ജീവിതം ഏറ്റവും നല്ലതാണ്. താങ്ക് യു. എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ അറിയത്തുള്ളൂ. എനിക്ക് കിട്ടിയ ഒരു അറിവ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് ഇത്രയും നേരം കേട്ടതിനുള്ള താങ്ക്സ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.